കെ.എസ്.ആർ.ടി.സി ചാലക്കുടി ഡിപ്പോയുടെ കീഴിലുള്ള ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ഏകദിന സാഗർ റാണി എന്ന ടൂർ പാക്കേജിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. രാവിലെ 8:30-ക്ക് കെ.എസ്.ആർ.ടി.സി ചാലക്കുടി ഡിപ്പോയിൽ നിന്നും കെ.എസ്.ആർ.ടി.സി ബസ്സിൽ പുറപ്പെട്ട് 49 പേരടങ്ങുന്ന ടീം സാഗർ റാണി ബോട്ട് ജെട്ടിയിലെത്തുകയും അവിടെ നിന്ന് 2 മണിക്കൂർ നീളുന്ന സാഗർ റാണി ടൂറിൽ പങ്കെടുക്കുകയും സാഗർ റാണിയിൽ ഡാൻസും സംഗീതവും മറ്റ് കലാപരിപാടികളുമായി 2 മണിക്കൂർ അടിച്ചു പൊളിക്കുകയും ചെയ്തതിനു ശേഷം എല്ലാ സഹയാത്രികരും വാട്ടർ മെട്രോ ബോട്ട് ജെട്ടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബോട്ട് ജെട്ടിയാണ്. ഹൈക്കോട് ജംഗ്ഷൻ ബോട്ട് ജെട്ടി എന്നാണ് ഇതറിയപ്പെടുന്നത്. വളരെ ലോകോത്തര ഭംഗിയോടെ ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയാണ് ഹൈക്കോട് ജംഗ്ഷൻ വാട്ടർ മെട്രോയുടെ ബോട്ട് ജെട്ടി. ഇവിടെ ലോകോത്തര നിലവാരമുള്ള നല്ല സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാം ഏതൊരു എയർപോർട്ടിൽ എത്തിയാലും അവിടെ കാണുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ ബോട്ട് ജെട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഒരു എയർപോർട്ടിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളോടു കൂടി ഈ ബോട്ട് ജെട്ടി ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമുക്ക് വൈപ്പിനിലേക്ക് പോകാനുള്ള ബോട്ട് വന്നു. എൻ്റെ സഹയാത്രികരായ എല്ലാ യാത്രക്കാരും വളരെ ആവേശത്തോടുകൂടി ബോട്ടിലേക്ക് പ്രവേശിച്ചു. ബോട്ടിൻ്റെ ഉള്ളിൽ കടന്നു കഴിയുമ്പോഴാണ് സത്യത്തിൽ നാം ഞെട്ടി പോകുന്നത്. കാരണം ഒരു ആഡംബര കപ്പൽ എന്നതിലുപരി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു ഫ്ലൈറ്റിൽ പോകുന്ന അതേ അനുഭവമാണ് നമുക്ക് ഈ വാട്ടർ മെട്രോയുടെ ഉള്ളിലേക്ക് കടന്നാൽ ലഭിക്കുന്നത്. ഏറ്റവും നല്ല എയർ കണ്ടീഷൻ ചെയ്ത ഇരിപ്പിടങ്ങളും നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതുപോലെ തന്നെ നല്ല കളർ സ്കീമും നല്ല ലൈറ്റ് സ്കീമും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഇരുന്ന് മനോഹരങ്ങളായ കാഴ്ചകളും കണ്ട് വേമ്പനാട് കായലിലൂടെ വാട്ടർ മെട്രോയിൽ യാത്ര പോകുമ്പോൾ ഒരു വിമാനത്തിൽ കയറി സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ല ഒരു അനുഭവമാണ് വാട്ടർ മെട്രോയിൽ നമുക്ക് ലഭിക്കുക. സാധാരണ ബോട്ടുകളിലും ഷിപ്പുകളിലും അനുഭവപ്പെടുന്ന ഒരു കുലുക്കമോ വെള്ളത്തിൻ്റെ താളങ്ങൾക്കൊത്ത് ഉലയുന്ന അനുഭവമോ ഒന്നും ഇല്ലാത്ത ഒരു സുഖകരമായ യാത്രയാണ് വാട്ടർ മെട്രോയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വാട്ടർ മെട്രോയിൽ ഇരുന്ന് സുഖകരമായി നാം നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട് കായലിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെയും ചരിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. കൊച്ചിൻ വാട്ടർ മെട്രോ ലിമിറ്റഡ് 74% ഷെയറും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് 24% ഷെയറോടുകൂടി കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയിൽ 2023 ഏപ്രിൽ 25-ന് ആരംഭിച്ച ഫ്രീ സർവീസാണ് കൊച്ചിൻ വാട്ടർ മെട്രോ. കൊച്ചിയെ മറ്റ് ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണിത്. 2016-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2035-ഓടുകൂടി 16 റൂട്ടുകളിലായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 78 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ 38 ടെർമിനലുകളിൽ നിന്നും പ്രവർത്തനം നിരതമാകുന്ന സ്വപ്ന പദ്ധതിയാണിത്. 2016-ൽ നിർമ്മാണം ആരംഭിച്ച് വൈറ്റിലയിൽ നിന്നും ഇൻഫോ പാർക്ക് വരെയുള്ള ജലപാതയാണ്. 50 മുതൽ 100 പേരെ വരെ കയറാൻ സാമർഥ്യമുള്ള മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ബോട്ടുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആദ്യപടി ഉദ്ഘാടനം 2021 ഫെബ്രുവരിയിൽ ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയും തുടർന്ന് ഔദ്യോഗികമായി 2023 ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തു. വാട്ടർ മെട്രോയുടെ ഭാഗമായ എല്ലാ ബോട്ട് ജെട്ടികളും ലോകോത്തര നിലവാരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല നിലവാരമുള്ള നിർമ്മാണവും ലോകോത്തര രീതിയിലുള്ള സൗകര്യങ്ങളും നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ടിക്കറ്റിംഗ്, എൻട്രി തുടങ്ങിയവയൊക്കെ
ഏവരെയും ആകർഷിക്കുന്നതാണ്. എയർ കണ്ടീഷൻഡ് ബോട്ടിൽ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും വൈപ്പിൻ വരെ വെറും 30 രൂപയ്ക്ക് സഞ്ചരിക്കാവുന്നതാണ്. കൊച്ചി പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് കണക്കാക്കുന്നത്. സഞ്ചരിക്കുന്ന എല്ലാ ബോട്ടുകളിലും എല്ലാവിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഒരുക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ സിസ്റ്റം നൽകുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് കൊച്ചി മെട്രോ ട്രെയിനുകളിലും സഞ്ചരിക്കാവുന്നതാണ്. നിലവിലുള്ള ബോട്ട് ജെട്ടികളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല, പുതിയ സാധ്യതകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടി കോർപ്പറേഷൻ ഉണ്ട്. തേവരയും പീടാലയും ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച 23 ബോട്ടുകൾ ഇതിനോടകം കൊച്ചിൻ വാട്ടർ മെട്രോ കോർപ്പറേഷന് കൈമാറിക്കഴിഞ്ഞു. കൊച്ചിയുടെ ടൂറിസം വികസനം മുന്നിൽ കണ്ടുകൊണ്ട് അനേകം പുതിയ സാധ്യതകളെ തേടിയാണ് കോർപ്പറേഷൻ്റെ യാത്ര. ആദ്യഘട്ടത്തിൽ വൈപ്പിൻ ഹൈക്കോർട്ട്, വൈറ്റില ഇൻഫോ പാർക്ക്, വൈറ്റില കാക്കനാട് എന്നിവയാണ് ആരംഭിച്ചിരിക്കുന്ന സർവീസുകൾ. ഏകദേശം 35,000 യാത്രക്കാരെ പ്രതിദിനം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് ആദ്യഘട്ടത്തിൻ്റെ ലക്ഷ്യം. 2035 സ്വപ്ന പദ്ധതി പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം ഏതാണ്ട് 44,000 ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ഏറ്റവും വലിയ കരുത്ത് വേമ്പനാട് കായലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും വലുതുമാണ് വേമ്പനാട് തടാകം. ഏതാണ്ട് 230 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണവും 96 കിലോമീറ്റർ നീളവും ഉള്ള ഒന്നാണ് വേമ്പനാട് കായൽ. പെരിയാർ, പമ്പ, മണിമലയാർ, അച്ചൻകോവിലാർ തുടങ്ങിയവയാണ് വേമ്പനാട് കായലിൻ്റെ ജലസ്രോതസ്. 3 ഡിസ്ട്രിക്റ്റുകളിലായി പടർന്നു കിടക്കുന്ന കായൽ കോട്ടയം, വൈക്കം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ വേമ്പനാട് കായലായും, ആലപ്പുഴ, പുന്നപ്ര, കുട്ടനാട് എന്നിവിടങ്ങളിൽ പൊന്നമട കായലായും, കൊച്ചിയിൽ കൊച്ചി കായലായും അറിയപ്പെടുന്നു. വൈപ്പിൻ, മുളവുകാട്, മാറാട്, ഉദയംപേരൂർ, വല്ലാർപാടം, വില്ലിംഗ്ടൺ തുടങ്ങിയ അനേക ദ്വീപുകളും അടങ്ങുന്നതാണിവിടം. കൊച്ചിൻ പോർട്ടും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടനാട് കേരളത്തിൻ്റെ റൈസ് ബൗൾ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കൃഷിഭൂമി കൂടിയാണ് കുട്ടനാട്. എല്ലാ വർഷവും നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കുട്ടനാടിൻ്റെ പെരുമ കൂട്ടുന്നത്. അങ്ങനെ വാട്ടർ മെട്രോയുടെ ചരിത്രവും വേമ്പനാടിൻ്റെ ചരിത്രവും ഓർത്തിരിക്കുമ്പോൾ ബോട്ട് വൈപ്പിൻ ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കുകയായി. നല്ലൊരു യാത്രാനുഭവം സമ്മാനിച്ചുകൊണ്ട്